എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, സാർ ഞങ്ങൾ പ്രിലിംസ് നല്ല അടിപൊളിയായിട്ട് പാസ്സാവുന്നുണ്ട്, വീട്ടിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ മെയിൻസ് ഞങ്ങൾ ക്ലിയർ ആവുന്നില്ല. ഒട്ടനവധി വട്ടമായി ഇപ്പോൾ മെയിൻസ് ക്ലിയർ ആവുന്നില്ല, മോക്കിൽ മാർക്കില്ല, അതേപോലെ തന്നെ എക്സാമിന് കിട്ടുന്നില്ല, മടുത്തു, ഞങ്ങൾ നിർത്തിപ്പോയാലോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വൈ 70% ഫെയിൽ ഇൻ മെയിൻസ് ആഫ്റ്റർ ക്രാക്കിംഗ് പ്രിലിംസ്. 170 കുട്ടികളും പ്രിലിംസ് പാസ്സായതിനു ശേഷം ഫെയിൽ ആവാണ് മെയിൻസിൽ. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് എങ്ങനെ നിങ്ങൾക്ക് മെയിൻസിന്റെ പഠനം ഉഷാറാക്കാം, വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുന്നേ നമ്മൾ IBPSന്റെ കലണ്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, IBPS എക്സാമിന് ആഗസ്റ്റിലല്ലേ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന, മെയിൻസ് അത് കഴിഞ്ഞിട്ടല്ലേ. അതിന് മുന്നേ മക്കളെ SBA ഉണ്ട്, SBA PSBA ക്ലർക്ക് ഉണ്ട്. പ്രിലിംസിന്റെ പഠനത്തിനോടൊപ്പം തന്നെ മെയിൻസിന്റെ പഠനം കൂടി കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം. അപ്പൊ നല്ല ഉഷാറായിട്ട് ഇപ്പോഴേ തന്നെ പഠനം തുടങ്ങുക. ദെൻ എന്താണ് പ്രിലിംസ് വീസ് മെയിൻസ്? ഡിഫറെന്റ് ആണ്, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിമാ അല്ലേ? നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്നതും റീസണിങ്ങിന് പഠിക്കുന്നതും ഇംഗ്ലീഷിന് പഠിക്കുന്ന എല്ലാം കാര്യങ്ങളും സെയിമാ. ഒരാൾ ഒഴിച്ച് ജനറൽ അവയർനെസ് അത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. പ്രിലിംസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് ആക്യുറസിയാണ്. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം ക്വസ്റ്റ്യൻസിന്റെ ലെവല് കുറച്ച് താഴെയാണ് മെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ. മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മളുടെ നോളേജിനെ കുറച്ചധികം അവർ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ഡെപ്ത്, ലോജിക് ആൻഡ് സ്ട്രാറ്റജി. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മൾ ലോജിക്കലി ആലോചിച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസിനെ പിടിച്ചെടുക്കണം അല്ലെ? പ്രാക്ടീസ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് ആണ്, പക്ഷെ മെയിൻസിലാണ്. പ്രിലിംസിന് നിങ്ങൾ ഫുള്ള് മേടിച്ചിട്ടും കാര്യമില്ല. മെയിൻസിന് മേടിക്കുന്ന മാർക്കാണ് നമുക്ക് ജോലിയിലേക്ക് വരിക. ക്ലർക്ക് ആണെങ്കിൽ മെയിൻസിൽ കഴിഞ്ഞു, PO ആണെങ്കിൽ ഇന്റർവ്യൂ കൂടി ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? ദെൻ നമ്മൾ ഒരു കുറച്ച് മിസ്റ്റേക്കുകളായിട്ട് തന്നെ പറയാം. സെയിം പ്രിലിംസിന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും കുറെ കുട്ടികൾ വീണ് പോകുന്നത്. കാൻഡിഡേറ്റ് കണ്ടിന്യൂ പ്രിലിംസ് സ്റ്റൈൽ പ്രാക്ടീസ്. പ്രിലിംസിന് പഠിക്കുന്ന രീതിയിൽ, പ്രിലിംസിൽ പഠിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, മെയിൻസിനെയും കാണും. മെയിൻസിന് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഇംഗ്ലീഷ് ആയാലും റീസണിങ്ങിൽ ഹൈ ലെവൽ ആയിട്ടുള്ള പസിൽസ് ചെയ്യണം. GA നല്ല അടിപൊളിയായിട്ട് ഡെയിലി പഠിക്കണം. GA ഡെയിലി പഠിക്കാത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ വീണ് പോകുന്ന ഒരു കാര്യം. അതേപോലെ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നില്ല. മെയിൻസ് റിക്വയേഴ്സ് അനലിറ്റിക്കൽ തിങ്കിങ്. മെയിൻസിന് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞു, നമ്മളുടെ സ്കില്ല് എടുക്കണം. നമ്മളുടെ എത്ര ഡീപ്പിലേക്ക് നിങ്ങൾക്ക് നോളേജ് ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിൽ അളക്കുന്നുണ്ട്. അതുകൊണ്ട് മെയിൻസിന് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിലേക്ക് ഇറങ്ങി പഠിക്കണം. ഇംഗ്ലീഷ് ആയാലും റീസണിങ് ആയാലും അതേപോലെ തന്നെ QA ആയാലും. ട്രിക്സ് എലോൺ ഡോണ്ട് വർക്ക്. പ്രിലിംസിന് നമുക്ക് ഷോർട്ട് ട്രിക്കുകളൊക്കെ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. മെയിൻസിൽ പക്ഷെ അങ്ങനെ സാധിക്കണമെന്നില്ല. മെയിൻസിൽ ചിലപ്പോൾ നമ്മൾ കൺവെൻഷണൽ രീതിയിൽ കൂടെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ട്രിക്സ് പഠിക്കുന്നതിനേക്കാളും മുന്നേ ബേസ് സ്ട്രോങ് ആയിരിക്കണം. ബേസ് അടിത്തറ സ്ട്രോങ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ആൻസറിനെ പൊക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രിക്സ് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അത് പ്രിലിംസിന് വർക്ക് ചെയ്യും. ഒരു പരിധി വരെ മെയിൻസിന് ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യമാണ് പറയുന്നത്. ഓഫീസർ ലെവൽ, PO ലെവലിലേക്ക് മാത്രമാണ് വരുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്റ്റീവ് പഠിച്ചു പോവുക. essay ആൻഡ് ലെറ്റർ റൈറ്റിംഗ് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പുവർ ടൈപ്പിംഗ് സ്പീഡ്, ടൈപ്പ് ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. വൺസ് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്യുക. വീക്ക് സ്ട്രക്ചർ ലീഡ്സ് ടു ഫെയിലിയർ. അപ്പൊ നമുക്കൊരു ആ ഒരു പഠനത്തിൽ അതും കൂടി ഉൾപ്പെടുത്താം. നിങ്ങൾ ഓഫീസ് SBA PO, IBPS PO, ഇൻഷുറൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ചിലയിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവണമെന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉള്ള ഓഫീസർ പോസ്റ്റുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്ലറിക്കൽ ലെവലിലേക്കുള്ള എക്സാമുകളിലേക്ക് ഇതൊന്നും വരുന്നില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മിസ്റ്റേക്ക് 3, വീക്ക് GA ആൻഡ് ബാങ്കിങ് അവയർനെസ്. ഇതാണ് മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്യുന്നത്, പിന്നാക്കം പോകുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ആള്. ഇതിന് മാക്സിമം മാർക്ക് മേടിക്കണമെന്ന് ജോലി ഉറപ്പാ അല്ലെ? ലിമിറ്റഡ് കറണ്ട് അഫയേഴ്സ് കവറേജ്, പുവർ റിവിഷൻ, സ്റ്റാറ്റിക് ബാങ്കിങ് കൺസെപ്റ്റ് ഇഗ്നോർ. ഡെയിലി GA പഠിക്കണം എന്ന് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ ഡെയിലി പഠിക്കണം. ഒരു നൈറ്റ് GA എഴുതി വെക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ GA എടുക്കുക. കാലത്ത് അതൊന്ന് റിവൈസ് ചെയ്യുക.
നെക്സ്റ്റ് ഒരു 1 വീക്ക് കഴിയുമ്പോൾ വീക്ക്ലി വൺസ് ഒന്ന് റിവൈസ് ചെയ്യാം, മന്ത്ലി റിവൈസ് ചെയ്യാം. ദെൻ എക്സാമിന് തൊട്ട് ഒരു 2 ആഴ്ച മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു 6 മാസത്തെ GA നന്നായിട്ട് പഠിക്കുക. സ്റ്റാറ്റിക് ബാങ്കിങ് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ഒരു വട്ടം പഠിച്ചാൽ മതി, പ്രോപ്പറായിട്ട് പഠിക്കുക. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ GAയും കാണാപ്പാടം പഠിച്ച് നമുക്ക് തലയിൽ കൊണ്ടുനടക്കാനൊന്നും പറ്റില്ല. റിവൈസ് ചെയ്യുക, കിട്ടുന്ന സമയമൊക്കെ റിവിഷൻ നടത്തുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സമയത്ത് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ GAയുടെ കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ടഫ് മെയിൻസ് റീസണിങ്. ഇപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പസിൽസ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഈ ചെറിയ പ്രിലിംസ് ലെവലുള്ള പസിൽസ് വെച്ചിരിക്കരുത്, മെയിൻസിന് ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ന്യൂ പാറ്റേൺ കാണുമ്പോൾ പേടിക്കരുത്. പുതിയ പാറ്റേൺസ്, ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക കുട്ടികൾക്ക് എന്താണ്, ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വട്ടം ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം അല്ലേ. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്ത് സോൾവ് ചെയ്ത് സെറ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുക, താഴെത്തട്ടിൽ വന്നാൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പിക്ക് ചെയ്യാം. അറിയാത്ത ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം നമ്മൾ ചെലവഴിച്ചിട്ട് കാര്യമുണ്ടോ? ക്വസ്റ്റ്യൻ അറിയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരാണെങ്കിൽ നമുക്ക് ലെങ്തി DA, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അത് അരിത്തമെറ്റിക് DA ഉണ്ട്, കേസ്ലെറ്റ്സ് ഉണ്ട്, ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ചെയ്യണം. കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ കാര്യങ്ങൾ അറിയണം. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവില്ല ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക്. അപ്പോൾ ക്വസ്റ്റ്യനുകൾ ഒരുപാട് കാണണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കണം. ടൈം കൺസ്യൂമിങ് കാൽക്കുലേഷൻ, ഞാൻ ഇത് എപ്പോഴും പറയുന്ന, ഡെയിലി നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചേ പറ്റൂ. ഒരു വട്ടം നിങ്ങൾ അറ്റൈൻ ചെയ്തു, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സ്പീഡ് ചെയ്തു, അഹങ്കാരമായി, ഞാൻ സെറ്റാണ്, ഞാൻ മിടുക്കനാണ്, അത് അവിടെ ഇട്ടു. ഇനി എക്സാമിന് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ന് വരെ ജോലി കിട്ടുന്നോ അന്ന് വരെ പ്രാക്ടീസ് ചെയ്യണം. 2 ആഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അടുത്ത മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയും, 100% ഉറപ്പാണ്. എന്ന് ജോലി കിട്ടുന്നോ അന്ന് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കൺസെപ്റ്റ് കാര്യങ്ങൾ അറിയാറുണ്ടാവും, മനസ്സെത്തുന്നോടത്ത് കൈ എത്തില്ല, 100% ഉറപ്പാ. അതുകൊണ്ട് ടൈം കൺസ്യൂമിങ് കാൽക്കുലേഷൻ നമ്മൾ വിത്തിൻ ടൈം പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള എന്താണ് മൈൻഡ് കാൽക്കുലേഷൻ മെത്തേഡും ട്രിക്സുകളും കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യാം. ടൈമാണ് ഇമ്പോർട്ടൻ്റ്. ഇനി ടൈം മാനേജ്മെന്റ്, ഇംഗ്ലീഷിന്റെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഹൈ ലെവലായിട്ടുള്ള എഡിറ്റോറിയൽസ് കാര്യങ്ങൾ, ഡെയിലി ഹിന്ദു പേപ്പർ വായിച്ചു പോവുക, വൊക്കാബുലറി പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുക, അർത്ഥങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ടു മച്ച് ടൈം ഓൺ വൺ സെറ്റ്. ഇപ്പൊ നമ്മൾ ഒരു സെറ്റിൽ ഒരുപാട് സമയം കൊടുത്തിട്ട് കാര്യമുണ്ടോ? സെക്ഷണൽ സ്ട്രാറ്റജി ഇല്ലായ്മ. നമുക്ക് സെക്ഷണൽ ടൈമൊക്കെ ഉണ്ട്. അതുകൊണ്ട് QA ഇത്ര സമയത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അതേപോലെ ഇംഗ്ലീഷ് ഇത്ര സമയത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, റീസണിങ് ഇത്ര സമയത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, GA ഞാൻ ഇത്ര മാർക്ക് മേടിക്കും. അതേപോലെ എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷണൽ സ്ട്രാറ്റജി വേണം. അൺബാലൻസ്ഡ് അറ്റംപ്റ്റ്, അതായത് ഒരു വട്ടം നിങ്ങളൊരു മോക്ക് ചെയ്യാണ്, നിങ്ങൾ അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, എക്സാമ്പിൾ 50 ക്വസ്റ്റ്യൻ ചെയ്തു, അടുത്ത വട്ടം ചെയ്യുമ്പോൾ 25 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, പിന്നത്തെ വട്ടം ചെയ്യുമ്പോൾ 40 ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെയല്ല, നിങ്ങൾ ഒരു വട്ടം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആ മാർക്കിൽ നിന്നും താഴെ വരാൻ പാടില്ല, മേലേക്ക് കയറണം. താഴേക്ക് വരരുത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉഴപ്പി അടുത്ത ലെവലിനെ കുറിച്ചൊന്നും, ക്വസ്റ്റ്യന്റെ ലെവലിനെ പാറ്റേണിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ഉയർന്ന് വരണം. അപ്പൊ എപ്പോഴും നിങ്ങൾ ഒരു മാർക്കിൽ മേലേക്ക് ഒരു 1/2 മാർക്കോ 1 മാർക്കോ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്താണ് മിസ്റ്റേക്ക്? നോ മോക്ക് അനാലിസിസ്. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോക്കുകൾ ചെയ്യും. മെയിൻസിന്റെ മോക്ക് കുറെ സമയം എടുക്കും, അത് അവിടെ അവസാനിപ്പിച്ച് പോകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വൃത്തിക്ക് അനാലിസിസ് ചെയ്യണം. അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ വീക്ക്നെസ് അറിയാൻ പറ്റുള്ളൂ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഈ ടൈപ്പ് അരിത്തമെറ്റിക് പ്രോബ്ലം ആണ് ഞാൻ, അരിത്തമെറ്റിക് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലാണ് ഞാൻ വീക്ക്, ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻസിൽ ഞാൻ വീക്കാണ്, അതേപോലെ തന്നെ ഇന്ന ക്വസ്റ്റ്യൻസിൽ ഞാൻ വീക്കാണ്. ഇതിലെല്ലാം നമ്മൾ വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പസിൽസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സമയം എടുക്കുന്നു, റീഡിംഗ് കോംപ്രഹെൻഷൻ വായിക്കുമ്പോൾ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല, എറർ സ്പോട്ടിങ് എനിക്ക് കിട്ടുന്നില്ല, GAയിൽ എനിക്ക് മാർക്ക് കുറവാണ്, കമ്പ്യൂട്ടർ ഞാൻ പഠിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, സെറ്റ് ആവുന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അനാലിസിസ് നടത്തണം. അവിടെ നിന്ന് അത് പിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. സെയിം മിസ്റ്റേക്ക്, തെറ്റാർക്കും പറ്റാം അല്ലേ? തെറ്റാർക്കും പറ്റാം. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ
തോൽവിയാണെന്ന് ഞാൻ പറയും, അല്ലെ? ഒരു തെറ്റ് ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റുകളിൽ നിന്നും പഠിച്ചവൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ. അതൊരു സത്യം തന്നെയാണ്. അപ്പൊ ഒരു തെറ്റ് വന്നു, അത് ഇനി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. ക്ലിയർ അല്ലേ? അപ്പൊ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് മുന്നോട്ട് പോവുക. വീക്ക്നെസ് ഏരിയാസ് ഇഗ്നോർഡ്. ഇപ്പൊ ചിലവർക്ക് ഒരു എക്സാമ്പിൾ പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് പഠിക്കില്ല. പക്ഷെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് മെയിൻസിന് വളരെ എളുപ്പമുള്ള ഒരു കേസ് ആയിട്ട് ചോദിച്ചെങ്കിലോ അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്ത് വരണം. പസിൽസിൽ നല്ല പസിൽസുകളൊക്കെ പഠിക്കുക. ഇംഗ്ലീഷിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് മിനിമം മാർക്കിന് മാത്രം മേടിക്കുള്ളൂ എന്ന് വായിച്ചാൽ അങ്ങനെയൊന്നും പാടില്ല. സമയമെടുത്ത് നിങ്ങളുടെ വീക്ക്നെസ് ഇംപ്രൂവ് ചെയ്യുക. എല്ലാവരും ഒന്നും അറിഞ്ഞിട്ട് വരുന്നല്ലോ. വീക്ക്നെസ് ഇംപ്രൂവ് ചെയ്യണം, അത് നല്ല അടിപൊളിയായിട്ട് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ അല്ലേ? ഇനി എന്താണ്, യെസ്, ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. പ്രിലിംസ് നിങ്ങൾ പാസ്സായി, ഒരു മെയിൻസ് നിങ്ങൾ ഫെയിലായി, അല്ലെങ്കിൽ രണ്ടാമത്തെ മെയിൻസ്. ഒരു കൊല്ലം തന്നെ നമുക്ക് IBPS ക്ലർക്ക് ഉണ്ട്, PO ഉണ്ട്, SBI ഉണ്ട്. അപ്പൊ 2-3 മെയിൻസ് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനാവും, നമുക്ക് ഫിയർ ആഫ്റ്റർ പ്രിലിംസ്. പ്രിലിംസ് പാസ്സായപ്പോൾ തൊട്ട് നിങ്ങൾ പേടിക്കാൻ തുടങ്ങും. അത് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളൊരു മൈൻഡ് നമ്മളുടെ മനസ്സിൽ സെറ്റ് ചെയ്യണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നല്ല അടിപൊളിയായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ പോയ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി അത് സംഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇനി അത് നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾ ഇല്ലാതാക്കണം. അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഒരു പ്രിലിംസ് പാസ്സായതിനു ശേഷം മെയിൻസ് തോക്കാൻ പാടില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, നെഗറ്റീവ് ചിന്തകളെ മാറ്റി വെക്കുക. അതേപോലെ നെഗറ്റീവ് എനർജി തരുന്ന അന്തരീക്ഷം ഒഴിവാക്കുക, നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരിൽ നിന്നും അകന്നു നിൽക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓവർ തിങ്കിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കട്ട് ഓഫ്, പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ കുറിച്ച് എല്ലാവരും ചോദിക്കും, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫാ, അന്നത്തെ വേക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അന്ന് എക്സാം എഴുതിയ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യും. ഇക്കൊല്ലത്തെ എക്സാം നടക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ടും പഠിക്കുക. എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ, പഠിച്ച് നമ്മൾ എക്സാം എഴുതുക. കട്ട് ഓഫിനെ കുറിച്ച് ആലോചിക്കേണ്ട. എക്സാം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും, എക്സാം എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൂടും. അതൊരു കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കോൺഫിഡൻസ് ഡ്രോപ്പ്, നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം നമുക്ക് തന്നെയാണ്, നമ്മൾ ആരും നോക്കില്ല. നിങ്ങളുടെ കുടുംബവും നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ തോൽവിയിലും നിങ്ങളുടെ വിജയത്തിലും, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, ഞാനാണ് സന്തോഷകരമായിട്ടുള്ള മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. എന്നെ പുച്ഛിച്ച് തള്ളിയവരുടെ മുന്നിൽ കൂടെ നെഞ്ചു മിരിച്ച് എനിക്ക് നടക്കണം, അല്ലേ? എനിക്ക് എന്താണ്, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടണമെങ്കിൽ എനിക്ക് ജോലി വേണം, എന്താണ്, നല്ല സാലറി വേണം, റെപ്യൂട്ടഡ് ആയിട്ട് വേണം. എന്നെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ കൂടെ എനിക്ക് നെഞ്ചു മിരിച്ച് നടക്കണം, അല്ലേ? നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരണമൊക്കെ നിങ്ങൾക്ക് കിട്ടും, അല്ലേ? അതൊക്കെ വഴി കൂടെ വന്നോളും. വിജയിച്ചവനെ എന്തുള്ളൂ, നമ്മൾ വിജയം നമ്മൾ എന്ത് ചെയ്യാണ്, സൊസൈറ്റിയിലേക്ക് തള്ളിവിടും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. വിജയിച്ചവരെ നമ്മൾ കാണുന്നുള്ളൂ, തോറ്റോര് പിന്നിലുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. തോൽവി എന്തായിരിക്കണം, നിങ്ങളെ മനസ്സിലാക്കണം. തോൽവി നിങ്ങളുടെ എന്താണ്, നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് തോൽവി. തോൽവിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നും ഊർജത്തോടു കൂടി ഉയർത്തെഴുന്നേക്കണം. അപ്പൊ കോൺഫിഡൻസ് ഒന്നും പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. സെൽഫ് മോട്ടിവേഷനും അതേപോലെ തന്നെ ചിലർ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇനി എന്തുകൊണ്ടാണ് 30% ആൾക്കാർ ക്ലിയർ ചെയ്യുന്നത്, ബാക്കിയുള്ളവർ ഫെയിൽ ആവുന്നത്? ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂ അപ്ഗ്രേഡ് പ്രിപ്പറേഷൻ ലെവൽ. അവർ ആദ്യമേ തന്നെ മെയിൻസിന്റെ പഠനം കൂടെ കൊണ്ടുപോകും. ഹൈ ലെവൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ അവർ ചെയ്യുന്നതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയത്, അല്ലേ? മോസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റ് മെയിൻസ് ഡിഫിക്കൽട്ടി. അപ്പൊ ഇവര് മെയിൻസ് വേറൊരു പാറ്റേൺ ആണ്, മെയിൻസ് വേറെ രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. കൺസിസ്റ്റൻസി, അപ്പൊ എന്താണ്, ഇവര് പാസ്സാവുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ഫെയിൽ ആവുന്നവർ എന്ത് ചെയ്യുന്നില്ല, കൺസിസ്റ്റൻസി ഇല്ല. കുറച്ച് ദിവസം മെയിൻസ് പഠിക്കും, പിന്നെ ഒരു മാസം മെയിൻസ് പഠിക്കില്ല, അല്ലേ? അപ്പോ പല ആൾക്കാരും മെയിൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, മെയിൻസിന്റെ ഡിഫിക്കൽട്ടീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഫെയിൽ ആയിട്ട് പോകുന്നത്. അപ്പൊ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഇനി നിങ്ങളും ഈ ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ പ്രിലിംസിന്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോവുക. ഡെയിലി GA റിവിഷൻ, മോക്ക് അനാലിസിസ്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട് മെയിൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും.
മെയിൻസിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു. അപ്പോൾ എൻട്രിയിൽ മെയിൻസിന്റെ ബാച്ചും അതേപോലെ പ്രിലിംസിന്റെ ബാച്ചും ടോട്ടൽ നിങ്ങൾക്ക് പ്രിലിംസിന്റെ കോച്ചിങ്, മെയിൻസിന്റെ കോച്ചിങ്, ഇന്റർവ്യൂവിന്റെ കോച്ചിങ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കോച്ചിങ്, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ കോച്ചിങ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7736 12221 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളുടെ കോഴ്സുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ കൊല്ലം ഒരുപാട് വേക്കൻസീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൊല്ലമാവട്ടെ 2026 നമ്മളുടെ ബാച്ചുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇയർ വാലിഡിറ്റി ഉള്ള ബാച്ചുകളാണ് എല്ലാം. ബാച്ചുകളെ കുറിച്ച് അറിയാനൊക്കെ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട് ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന അറിയാനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. പ്രിലിംസ് പാസ്സായതിനു ശേഷം മെയിൻസിന്റെ പഠനം തുടങ്ങാന്ന് വരുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. മെയിൻസിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പ്രിലിംസിന്റെ ഒപ്പം തന്നെ മെയിൻസിന്റെ പഠനം കൊണ്ടുപോകാം. അപ്പൊ എല്ലാവരും ഈ വട്ടം മെയിൻസ് ഒക്കെ എഴുതി നല്ല ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.